അനാമികയുടെ അച്ഛനെ കാണാനായിട്ട് ജാനകിയും ജലജയും അനാമികയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. വേണുവിന്റെ അവസ്ഥ കണ്ട് വേണുവിനോട് ജലജ പറയുന്നുണ്ട്, എന്നാലും എന്റെ വേണുവേട്ടാ, നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നല്ലോ. അല്ല, ശരിക്കും എന്താ സംഭവിച്ചത്? രാത്രി ഉള്ളിലോട്ട് കയറി വരികയാണോ ചെയ്തത്? ഒന്നും പറയണ്ട ജാനകി, കോണിമ്പല്ലടിച്ചതാ. എന്റെ അടുത്ത് രേവതി പറഞ്ഞതാ തുറക്കണ്ട, വല്ല കള്ളന്മാരാവൂ എന്ന്. എന്നാലും ധൈര്യത്തോടു കൂടി ഞാൻ പോയി തുറന്നു. ആദ്യത്തെ അടി കിട്ടിയതോടുകൂടി എന്റെ കാര്യത്തിൽ തീരുമാനമായി. എത്ര ചവിട്ടാ എന്നെ അവര് ചവിട്ടിയെന്നറിയോ? എനിക്കാണെങ്കില് എണീക്കാൻ പോലും പറ്റാതെയാ കിടന്നത്. എന്നെ തല്ലിയത് പോട്ടെ, ഒരു സ്ത്രീയാണെന്ന് നോക്കി ഇവളെ പോലും വെറുതെ വിട്ടിട്ടില്ല. ഷോ, കഷ്ടായി. രേവതിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ നല്ല വേദനയുണ്ടോ രേവതി? ഒന്നും പറയണ്ടേ ജലജെ, മേലൊക്കെ ഭയങ്കര വേദനയാ. ഇട്ട് കുത്തുവല്ലായിരുന്നോ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അതെന്ത് ചോദ്യാ? ഞങ്ങക്ക് സംശയം ആ നന്ദുവിനെ തന്നെയാ. നന്ദുവാണെന്നേ എനിക്ക് ഉറപ്പാ. ഒരു പെണ്ണും രണ്ടാണും ചേർന്നാ ഞങ്ങളെ ആക്രമിച്ചത്. അതില് നന്ദു ഉണ്ടെന്നുള്ള കാര്യത്തില് ഒരു സംശയവുമില്ല. ഇത് കേട്ട് അനാമിക അമ്മയോട് പറയുന്നുണ്ട്, അതെ അമ്മേ, ആ നന്ദു ഉണ്ട്. നന്ദു തന്നെയാ ഇത് ചെയ്തേന്നാ എനിക്ക് തോന്നുന്നേ. ഇവിടെ CCTV ഒന്നും ഉണ്ടായിരുന്നില്ലേ? അതൊന്നും വർക്കിംഗ് അല്ലായിരുന്നു. ആണൊക്കെ തന്നെ ഹെൽമെറ്റ് ഇടാ വന്നത്. അപ്പൊ പിന്നെ എങ്ങനെ ആളെ തിരിച്ചറിയാനാ? അവളുമാരെ വെറുതെ വിടരുത്. എന്തായാലും നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം. അവളെ പോലീസുകാരെ പിടിച്ച് നല്ല കണക്കിന് പൊട്ടിക്കുന്നതേ എനിക്ക് കാണണം എന്ന് ജലജ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും അനാമിക അച്ഛന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. സത്യങ്ങളെല്ലാം നവ്യക്കറിയാലോ. അതുകൊണ്ട് തന്നെ ഇത് പോലീസ് കേസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ സത്യങ്ങളും നവ്യ വിളിച്ചു പറയുമെന്ന് അനാമികയ്ക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ട് അച്ഛന്റെ മുഖത്തോട്ട് നോക്കി കണ്ണുകൊണ്ട് വേണ്ട എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അത് പിന്നെ ജലജയെ, പോലീസിലൊന്നും കംപ്ലൈന്റ് കൊടുക്കണ്ട. എന്റെ മോള് അനന്തപുരിയിലെ മരുമകളാ. അതുകൊണ്ട് ഇങ്ങനൊരു കാര്യം നടന്നെന്ന് അറിഞ്ഞാലേ അനന്തപുരിക്കാർക്ക് തന്നെയാ അത് വലിയ കുറച്ചില്. അതുകൊണ്ടിപ്പോ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണ്ട എന്നാ ഞങ്ങളുടെ തീരുമാനം. എന്തായാലും അവളെ വെറുതെ വിടരുത്. അവളെ ഞാൻ വെറുതെ വിടില്ല. അവളാണ് എന്നെ തല്ലിയതെങ്കില് അവൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ഞാൻ കൊടുക്കും. അന്ന് തന്നെ അവളെ ആരോ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ ആദർശ നയനയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനു പുറകില് നിങ്ങളാണെന്നാ പറയുന്നേ. ഏതായാലും അത് ഞങ്ങളുടെ മേലോട്ട് ഇട്ടതല്ലേ. ഇനിയിപ്പോ അങ്ങനെ തന്നെ അങ്ങ് ചെയ്ത് കളഞ്ഞേക്കാം. ഇനിയിപ്പോ മുൻപ് നിങ്ങളാണത് ചെയ്തെങ്കിലും ഞങ്ങൾ ആരോടും പറയാനൊന്നും പോകുന്നില്ല. ഞങ്ങൾക്കും അത് തന്നെയാ വേണ്ടത്. ജാനകി, നിങ്ങൾക്കൊരു ഗ്ലാസ് ചായ ഇട്ട് തരാൻ പോലും എന്നെ കൊണ്ട് പറ്റില്ല. അത്രയും വേദനയാ എന്റെ ഈ കൈയിന്. ഒന്നും ചെയ്യാൻ വയ്യ. അതിനെന്താമ്മേ, ഞാൻ അവർക്ക് ചായ ഇട്ട് കൊടുക്കാം. വേണ്ട മോളെ, ഞങ്ങൾക്ക് ചായ ഒന്നും വേണ്ട. ഓ, ഇവളുടെ കയ്യിൽ ചായ കുടിക്കാൻ നല്ലതേ കുടിക്കാതിരിക്കുന്ന എന്ന് ജലജ പറയുന്നുണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങിയാലോ? അല്ല, ഇനിയിപ്പോ അനാമിക മോളെ എവിടെ നിർത്തണമെങ്കിൽ നിർത്താം. 2 ആഴ്ച കഴിഞ്ഞ് പറഞ്ഞു വിട്ടാ മതി, നിങ്ങളുടെ അസുഖമൊക്കെ മാറിയിട്ട്. അത് വേണ്ട, ഇവിടെ ഞങ്ങൾക്ക് സർവന്റ് ഉണ്ടല്ലോ. കാര്യങ്ങളൊക്കെ അവള് നോക്കിക്കോളും. പിന്നെ മോൾ ഇവിടെ നിന്നാലും ശരിയാവില്ല. അത് തന്നെ എനിക്കും പറയാനുള്ളത്. മോളെ ഇവിടെ നിർത്തിയാലേ ശരിയാവില്ല. അവളുമാർക്ക് അതൊരു നല്ല സമയമായിരിക്കും. അതുകൊണ്ട് മോളെ ഞങ്ങൾ കൊണ്ടുപോവാ എന്നും പറഞ്ഞ് അനാമികയും കൂടെ കൂട്ടുന്നുണ്ട്. അമ്മേ, നിങ്ങൾ നടന്നോ, ഞാൻ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് വേണുവിനോടും രേവതിയോടും പറയുന്നുണ്ട്. അച്ഛാ, അമ്മേ, നിങ്ങളോട് പറഞ്ഞത് മറക്കണ്ട. ഇതിനി പോലീസ് കേസൊന്നും ആക്കണ്ട. എല്ലാവരും പറയും കേസ് കൊടുക്കണമെന്നൊക്കെ. പക്ഷെ കൊടുത്തു കഴിഞ്ഞാലുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നല്ലേ. നവ്യ അവളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലേ നഷ്ടം നമുക്കാ എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നീടായി കാണിക്കുന്നത് നന്ദു അനിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയായിരിക്കും. എന്നാ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അനി എങ്ങനെയാ പ്രതികരിക്കുക എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഒക്കെ മനസ്സിലൊതുക്കി അനിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അനിക്കാണെങ്കിൽ ഒരു ദിവസം ഒരു തവണയെങ്കിലും ഇപ്പോ നന്ദുവിനെ കണ്ടേ പറ്റൂ. അങ്ങനെ സ്ഥിരം കാണാറുള്ള സ്ഥലത്ത് വെച്ച് തന്നെ അനിയും നന്ദുവും തമ്മില് കാണുന്നുണ്ട്. എപ്പോഴുള്ള സന്തോഷമൊന്നും നന്ദുവിന്റെ മുഖത്ത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അനി ചോദിക്കുന്നുണ്ട്, എന്താടോ പറ്റിയേ? തനിക്കെന്താ എന്തോ സങ്കടം പോലെ? തനിക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ടോ നന്ദു? എന്താ? ഒന്നുമില്ല അനി, അത് നിനക്ക് തോന്നുന്നതാ. അല്ലല്ല, നിന്നെ ഞാനേ ഒരുപാട് നാളായില്ലേ കാണാൻ തുടങ്ങിയിട്ട്. നീ പറ, നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയണോ? അല്ല, ഞാൻ നിന്റെ അടുത്ത് ചോദിക്കണമെന്ന് കരുതിയതാ. അന്ന് അനാമികയുടെ അച്ഛനെയും അമ്മയെയും തല്ലിയില്ലേ, അത് നിങ്ങളൊക്കെ ചേർന്നിട്ടാണോ? അതെന്താ അനി അങ്ങനെ ചോദിച്ചേ? അല്ല, അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞിരുന്നു ഒരു പെണ്ണും 2 ആണും ചേർന്നാ തല്ലിയത് അവർക്ക് ഉറപ്പാണെന്നൊക്കെ. അങ്ങനെ കേട്ടപ്പോ എനിക്കൊരു സംശയം, അത് നീയും നമ്മുടെ ഫ്രണ്ട്സും ചേർന്നിട്ടാണോ ചെയ്തേന്ന്. ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയാണ് ചോദിക്കുന്നത്. ഏയ് ഇല്ല അനി, അതൊന്നുമല്ല. പറ, നീ എന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്നിൽ നിന്ന്. എന്താ കാര്യം?
നീ ചോദിച്ചു തന്നെയാ കാര്യം. നിന്റെ അമ്മായിമ്മയെയും അമ്മായിച്ചനെയും വീട്ടിൽ കയറി തല്ലിയതേ ഞങ്ങൾ തന്നെയാ. ഇത് കേട്ട് അനി ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്താ അനി, നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ? എന്താ നീ ചിരിക്കുന്നുണ്ടല്ലോ? എന്തിനെനിക്ക് ദേഷ്യം? അവർക്കത് കിട്ടേണ്ടത് തന്നെയാ. ഇനിയിപ്പോ അവൾ കിട്ടുന്ന 4 പൊട്ടിച്ചാലും ഞാൻ ഈ എക്സ്പ്രഷനിൽ തന്നെ നിൽക്കുള്ളൂ. അവരുടെ സ്വഭാവം നന്നാവാനേ 2 കിട്ടുന്നത് നല്ലതാ. മകളുടെ സ്വഭാവം ഇത്രയും കേടുവരുത്തി വെച്ചിരിക്കുന്നതിലെ മെയിൻ പങ്ക് അവൾ അച്ഛനും അമ്മയ്ക്കും ഉള്ളതാ. അപ്പൊ പിന്നെ നീ കൊടുത്തത് ഇത്തിരി കുറഞ്ഞു പോയെന്നേ ഞാൻ പറയൂ. അല്ല, നിനക്ക് പെട്ടെന്ന് അവരെ പോയി തല്ലാനുള്ള കാരണം എന്തായിരുന്നു? അങ്ങനെ ചില്ലറ കാര്യത്തിനൊന്നും നീ പോയിട്ട് ഇങ്ങനെ ചെയ്യില്ല. എന്തായിരുന്നു കാര്യം എന്ന് വീണ്ടും അനി ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല, അത് നിന്റെ അടുത്ത് പറഞ്ഞാൽ ശരിയാവില്ല. പറ, ഇത്രയും നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ബാക്കി കാര്യം കൂടെ പറ. എന്തിനാ നീ തല്ലിയത്? അത് അനി, അത് നീ കേട്ടാല് എങ്ങനെ പ്രതികരിക്കാന്നറിയില്ല. അതുകൊണ്ടാ. ഞാൻ എങ്ങനെയും പ്രതികരിക്കില്ല, നീ പറ. അത് നവ്യേച്ചി എന്നെ കാണാൻ വന്നിരുന്നു. നവ്യേച്ചിയോ? ഏട്ടത്തി എന്തിനാ നിന്നെ കാണാൻ വന്നത്? അത് ചേച്ചിക്ക് ആ വീട്ടിൽ നിൽക്കുമ്പോൾ വല്ലാത്ത വീർപ്പുമുട്ടലാണെന്ന് പറഞ്ഞു. അവിടെ ഇനി നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയാ പറഞ്ഞത്. അത് അബിയുടെയും അപ്പച്ചിയുടെയും സ്വഭാവം കാരണ, അല്ലാതെ ഏട്ടത്തിക്ക് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഏട്ടത്തിയോട് സംസാരിച്ചോളാം, നീ അതോർത്തൊന്നും സങ്കടപ്പെടണ്ട. അത് മാത്രല്ല, അനാമിക അനാമികയുടെ ചില കാര്യങ്ങളൊക്കെ നവ്യേച്ചി അറിഞ്ഞിട്ടുണ്ട്. അത് പറയാനായിട്ടാ എൻ്റെ അടുത്തോട്ട് വന്നത്. ഒരുപാട് സങ്കടത്തിലായിരുന്നു. അനാമികയുടെ എന്ത് കാര്യം അറിഞ്ഞേ? അത് വല്യമ്മയ്ക്ക് പാലില് വിഷം കലർത്തിയത് അനാമികയാണെന്നാ നവ്യേച്ചി പറഞ്ഞത്. നവ്യേച്ചി കേട്ടു എന്നാ പറഞ്ഞ്. അബിയുടെ അമ്മയും കൂടെ സംസാരിക്കുന്നത് നവ്യേച്ചി കേട്ടു. അനാമികയ്ക്ക് നല്ല കണക്കിന് നവ്യേച്ചി അടി കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതൊന്നും നിന്റെ അടുത്ത് അനാമിക പറഞ്ഞില്ലേ? അപ്പോ അവളാണോ എന്റെ വല്യമ്മയ്ക്ക് വിഷം കലർത്തിയ പാല് കൊടുത്തത്? അവൾ അമ്മയും ചേർന്നിട്ടാ. നീ കരുതും പോലെ നിന്റെ വല്യമ്മയെ കൊല്ലാനൊന്നും ആയിരുന്നില്ല. എന്റെ ചേച്ചിയെയും ചേച്ചിയുടെ കുഞ്ഞിനെയും കൊല്ലാനാ അവൾ ഇക്കാര്യം ചെയ്തത്. എന്നാ അതില് വീണു പോയത് വല്യമ്മയെന്ന് മാത്രം. അതിപ്പോ എന്റെ ചേച്ചിയെ കുടിച്ചിരുന്നെങ്കില് എന്റെ ചേച്ചിക്കിപ്പോ വല്യമ്മയുടെ അവസ്ഥയായേനെ, കുഞ്ഞിനെയും നഷ്ടപ്പെട്ടേനെ. അവളെ എന്നിട്ടും ഏടത്തി വെറുതെ വിട്ടെന്നാണോ പറയുന്നത്? നിന്റെ ജീവിതം ആലോചിച്ചിട്ടാ അവരൊന്നും ആരോടും പറയാത്തത്. ഇപ്പൊ തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നിന്റെ കാര്യം ഓർത്തിട്ട് വല്ലാത്ത സങ്കടാ. ഇനിയിപ്പോ ഇതും കൂടെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തായാലും അവർക്കത് വല്ലാത്ത സങ്കടാവുമല്ലോ. അതുകൊണ്ടാ നയനേച്ചിയും നവ്യേച്ചിയും എല്ലാം മറച്ചു വെച്ചത്. എന്താ നീ പറയുന്നേ? അവളെ എല്ലാവരും മുൻപിൽ കാണിക്കാനുള്ള ഒരവസരമല്ലേ ഇത്? ഇനിയും ഇതിലും വലിയൊരു അവസരം ഇനി കിട്ടാൻ പോകുന്നില്ല. അനി, നീ പോയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല നന്ദു. ഇക്കാര്യം എനിക്ക് ചോദിച്ചേ പറ്റൂ. ഇതെന്തായാലും വല്യമ്മ അറിയണം. അത്രയും സ്നേഹത്തിലാ വല്യമ്മ അനാമികയെ നോക്കുന്നത്. അതെന്തായാലും വല്യമ്മയിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റില്ല. അതിലും വലിയ ദ്രോഹം വേറെ ഒന്നുമില്ല നന്ദു. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഇക്കാര്യം പോയി പറയും. അമ്മ വലിയ കാര്യത്തിൽ സ്നേഹിക്കുന്ന മരുമകള് തന്നെയാണ് വല്യമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് എല്ലാവരും അറിയട്ടെ എന്നും പറഞ്ഞ് അനി അവിടുന്ന് ദേഷ്യത്തിൽ പോകുന്നുണ്ട്. അനി വേണ്ട എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. ഇതൊന്നും കേൾക്കാതെ വേഗം തന്നെ അനി വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് അനാമിക ചോദിക്കുന്നുണ്ട്, നീ നിന്റെ മറ്റവളെ കാണാൻ പോയതാണോ? അവളോട് കൺഗ്രാറ്റുലേഷൻസ് പറയാൻ പോയതാണോ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ കണ്ടിട്ട്? എടി, നീ എൻ്റെ അടുത്ത് വെറുതെ സംസാരിക്കാൻ നിൽക്കണ്ട. എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു നിൽക്കുക. എന്താണ് നിന്റെ പ്രശ്നം? ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്ക് നിനക്ക് വല്ലാതെ അങ്ങ് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമല്ലോ. നേരെ മറിച്ച് നന്ദു എന്തെങ്കിലും പറയുമ്പോഴേക്ക് നീ ഇങ്ങനെ തൊലിച്ച് ചിരിക്കാറുണ്ടല്ലോ. നീ എവിടെ കിടക്കുന്നു? നന്ദു എവിടെ കിടക്കുന്നു? നന്ദുവിനെ കുറിച്ച് പറയാനൊന്നും നിനക്കൊരു യോഗ്യതയില്ലടി. ഇതൊക്കെ സംസാരിക്കുന്നതിനിടയിലോട്ട് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ട്. എന്താ നീ എന്തിനാ അനാമികയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെയാ മുത്തച്ഛൻ ഞാൻ സംസാരിക്കാ? എല്ലാം അറിഞ്ഞിട്ട് എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടാ ഞാനിവിടെ നിൽക്കുന്നേ. എന്തറിഞ്ഞെന്നാ പറയുന്നേ? വല്യമ്മ വരട്ടെ, വല്യമ്മയുടെ മുൻപിൽ വെച്ച് ഞാൻ എല്ലാം പറയാം. അങ്ങനെ ദേവിയാനി വരുന്നുണ്ട്. എന്താ എന്താ കാര്യം? നിന്റെ ശബ്ദം എവിടെ വരെ കേൾക്കാന്നറിയോ? ഇവളായിട്ടുള്ള പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? എന്താണ് പ്രശ്നം? വല്യമ്മ ഇവിടെ നിൽക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വീട്ടില് വല്യമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ആരാണെന്ന് നമുക്ക് ഇന്ന് വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാന്ന് വെച്ചാ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തില് അതും പറ്റില്ല. ഇനിയിപ്പോ അതാരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കണ്ടേ? ഈ വീട്ടിലൊരാൾ തന്നെയാ അത് ചെയ്തത്. അതെനിക്ക് മനസ്സിലായി. അനി, നീ എന്താ പറയുന്നേ? ഈ വീട്ടിലെ ആളാണെന്നോ? അതെ വല്യമ്മേ. വല്യമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം വല്യമ്മ ഇത്രയും സ്നേഹിക്കുന്ന ഈ മരുമകളെ തന്നെയാ, അനാമിക. എന്താണ് നീ പറയുന്നേ? നീ തമാശ പറയാണോ? അല്ല വല്യമ്മേ, സത്യമായിട്ടുള്ള കാര്യ. വല്യമ്മേ, ഇവൻ എന്തെങ്കിലും വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാ. ഇവനെ എന്നോടുള്ള ദേഷ്യം കൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതേടി, നിന്നോടുള്ള ദേഷ്യം കൊണ്ട് തന്നെയാ. ഞാനീ പറഞ്ഞത് തെറ്റാണെന്നേ നവ്യെടുത്തി പറയട്ടെ, അല്ലെങ്കിൽ നയനെടുത്തി പറയട്ടെ.
അതും അല്ലെങ്കിൽ അബിയോ അപ്പച്ചിയോ പറയട്ടെ, ഇവര് 4 പേർക്കും ഇക്കാര്യം നന്നായിട്ടറിയാം. നീയാണ് ഇക്കാര്യം ചെയ്തതെന്ന്. ഇത് കേട്ട് ആകെ കൂടെ ഞെട്ടലിലായിരിക്കും മുത്തശ്ശനും മുത്തശ്ശിയും ദേവിയാനിയും. അങ്ങനെ അനാമികയോട് പോയി ചോദിക്കുന്നുണ്ട്, നീയാണോ എനിക്ക് പാലിലെ വിഷം കലർത്തി തന്നത്? അല്ല വല്യമ്മേ, ഇവര് വെറുതെ പറയാ. ഇത് കേൾക്കുന്ന നവ്യ ചെന്ന് പറയുന്നുണ്ട്, അല്ല വല്യമ്മേ, ഞാനിനി ഒന്നും മറച്ചു വെക്കുന്നില്ല. ഇവള് തന്നെയാ വല്യമ്മയ്ക്ക് പാലിലെ വിഷം കലർത്തിയത്. ഞാനത് കേട്ടതാ അബിയും എന്റെ അമ്മായിമ്മയും സംസാരിക്കുന്നത്. ഇവള് മാത്രമല്ല, ഇവളുടെ അമ്മയും ചേർന്നാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. വല്യമ്മയെ ഇല്ലാതാക്കാനൊന്നും അല്ല, എന്നെയും എന്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കാനാ. അത് വല്യമ്മ ആ പാലെടുത്ത് കുടിച്ചോണ്ട് വല്യമ്മയ്ക്ക് ഈ അവസ്ഥ വന്നു. ഇത് കേട്ട് കലി പൂണ്ട ദേവയാനി ഒറ്റടി വെച്ചു കൊടുക്കുന്നുണ്ട്. നിന്നെയാണല്ലോടി ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത്. പാല് തന്ന കൈക്ക് തന്നെ നീ കടിച്ചല്ലോടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തില് അനാമികയെ നേരെ ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് ജാനകിക്കും ഒരുപാടങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇവളാണല്ലേ അപ്പോ എന്റെ ഏട്ടത്തിയുടെ അവസ്ഥയ്ക്ക് കാരണം.